വാർത്തകൾ വിശദമായി. കണ്ണൂർ ജില്ലാ ആശുപത്രി ഇനി ഹൈടെക്. സാധാരണക്കാർക്കും സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ലഭിക്കും. സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. സ്വകാര്യ ആശുപത്രികളിൽ കോർപ്പറേറ്റ് ഭീമന്മാർ പിടിമുറുക്കിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈ ബഹുനില മന്ദിരം 61 കോടിയിൽ പരം രൂപ ചെലവഴിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ജില്ലയിലെ ബഹുജനങ്ങൾക്ക് മികച്ച ആരോഗ്യ സൗകര്യങ്ങൾ ഇതിലൂടെ ലഭ്യമാകുന്നതാണ്. സാധാരണഗതിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ ഏത് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലും ലഭ്യമാകുന്ന സൗകര്യങ്ങൾ നമുക്ക് ഇവിടെ ഒരുക്കാനായിരിക്കുന്നു. 5 നിലകളിലാണ് ഈ കെട്ടിടം തന്നെ പണിതിരിക്കുന്നത്. ഇവിടെ പറഞ്ഞു, കാർഡിയോളജിയും നെഫ്രോളജിയും ഓങ്കോളജിയുമെല്ലാം ഇതിൻ്റെ ഭാഗമായി ഉണ്ട് എന്നത്. അതോടൊപ്പം തന്നെ 3 ഓപ്പറേഷൻ തിയേറ്റർ, പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ്, ICUകൾ, ഡയാലിസിസ് യൂണിറ്റ്, 23 എക്സിക്യൂട്ടീവ് പേ വാർഡുകൾ, ഇവയെല്ലാം ഈ കെട്ടിടത്തിൽ സജ്ജീകരിച്ചിരിക്കുകയാണ്. ആരോഗ്യം, വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിച്ചു. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ, മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവർ വിശിഷ്ടാതിഥികളായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി സ്വാഗതം പറഞ്ഞു. ഡോക്ടർ ഷാജ് MK റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ഗ്രിഫിൻ സുരേന്ദ്രൻ നന്ദി പറഞ്ഞു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് T സരള, ജില്ലാ പഞ്ചായത്ത് മെമ്പർ തോമസ് വക്കത്താനം, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മാധവി ഭാർഗവ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പീയൂഷ് M, ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ PK അനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ടൈനി സൂസൻ ജോൺ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീരാമകൃഷ്ണൻ, നേതാക്കളായ KK രാഗേഷ്, CP സന്തോഷ് കുമാർ, അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, PS ജോസഫ്, KK വിനോദ് കുമാർ, അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി, G രാജേന്ദ്രൻ, PP ദിവാകരൻ, PK രവീന്ദ്രൻ, ഇക്ബാൽ പോപ്പുലർ, KP അനിൽകുമാർ, KK ജയപ്രകാശ്, SMK മുഹമ്മദ് അലി, ജെയിംസ് പന്യമാക്കൽ, മാത്തിക്കുട്ടി പന്തപ്ലാക്കൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. 69.72 കോടി രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 5 നിലകളിലായി നിർമ്മിച്ച ഈ കെട്ടിടത്തിൽ കാർഡിയോളജി, നെഫ്രോളജി, ഓങ്കോളജി OPകളുണ്ട്. 3 ഓപ്പറേഷൻ തിയേറ്റർ, പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ്, മെഡിക്കൽ ICUകൾ, സർജിക്കൽ ICUകൾ, ഡയാലിസിസ് യൂണിറ്റ് എന്നിവയും വിവിധ നിലകളിലായി 23 എക്സിക്യൂട്ടീവ് പേ വാർഡുകളും പ്രവർത്തന സജ്ജമാണ്. ശുദ്ധജല ശേഖരണ സംവിധാനം, മലിനജല സംസ്കരണ പ്ലാന്റ്, അഴുക്കുചാൽ സംവിധാനം, ആന്തരിക റോഡുകൾ എന്നിവയും നിർമ്മിച്ചിട്ടുണ്ട്. 2 ലിഫ്റ്റുകൾ പുതുതായി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്.